CPIM Zindabad, Branch Sammelana Zindabad, Branch Sammelana Zindabad, 26 Party Congress Zindabad, 26 Party Congress Zindabad, Dr. Sakshigal Zindabad. പുനലൂർ ഏരിയയിലെ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള നിരപ്പത്ത് ബ്രാഞ്ച് സമ്മേളനം 29-ാം തീയതി ഞായറാഴ്ച സി രാജേന്ദ്രൻ പിള്ള നഗറിൽ നടന്നു. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സമ്മേളനങ്ങൾ നടന്നു വരുന്നതിന്റെ ഭാഗമായാണ് സമ്മേളനം നടത്തിയത്. CPIM ഏരിയ കമ്മിറ്റി അംഗം ആർ സുഗതൻ ഉദ്ഘാടനം ചെയ്തു. സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചവിള അഞ്ചൽ. ഈ പ്രദേശത്തുള്ള ഈ ബ്രാഞ്ച് അതിർത്തിയിലുള്ള 100-300 വീടുകൾ, ഒരു 10-700 ആളുകൾ അല്ലെങ്കിൽ 1000-ഓളം ആളുകൾ, അവരെ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി യോജിപ്പിച്ച് കോർത്തിണക്കി ഒരു മാലയിലെ മുത്തുപോലെ കോർത്തിണക്കി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ദുഃഖത്തിലും സുഖത്തിലുമെല്ലാം പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇതിന്റെ അടിത്തറ വികസിപ്പിച്ചെടുക്കുകയാണ് ഈ പാർട്ടി ബ്രാഞ്ചിന്റെ ഒന്നാമത്തെ ജോലി. ജിഷ്ണു വിജയ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. അനീതികൾക്കെതിരെ പോരാടാൻ കാലം കരുതി വെച്ച സമരവീര്യമാണ്. ബലികുടീരങ്ങളിൽ അവർ ഇപ്പോഴും നിതാന്ത ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നു. കൂരുകിട്ടിനെയും കൽത്തുറുകളെയും പ്രണയിച്ചവർ അനീതികളുടെ ഈ കെട്ടകാലത്ത് വസന്തത്തിന്റെ ഇടിമുഴക്കം നമ്മളാണെന്ന് അവർ ധൈര്യം പ്രഖ്യാപിച്ചു. ബിജുരാജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CPM അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി, ജീവിച്ചിരുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, മുൻ പോളിറ്റ് ബ്യൂറോ അംഗവും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ്. സമ്മേളന നഗരിയിൽ നിന്നും പ്രകടനമായി എത്തി നിരപ്പത്ത് ജംഗ്ഷനിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാകയും ഉയർത്തി. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ബ്രാഞ്ചിന്റെ പരിധിയിലുള്ള വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നൂറ് പൂക്കളെ ചതച്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. ഈ ചുവന്ന പൂവുകൾ ചുവപ്പണിഞ്ഞതെങ്ങനെ, മാറിടം പിളർക്കെ അമ്മമാർ കരഞ്ഞതെന്തിനാ? മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സരോജാദേവി അധ്യക്ഷത വഹിച്ചു. സുധീർ ലാൽ സ്വാഗതം പറഞ്ഞു. രീതിയിൽ രാഷ്ട്രീയ ചിത്രങ്ങൾ മാറുന്ന തരത്തിലേക്ക് നമുക്ക് 3 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം പോരായ്മകളാണോ വന്നിട്ടുള്ളത്, ആ പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നതിന് നാം എന്താ ചെയ്യേണ്ടത്, പോരായ്മകൾ ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് പോരായ്മകൾ, ആരുടെയൊക്കെ ഭാഗത്താണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി അത് തിരുത്തേണ്ടത് തിരുത്തുക. മറ്റ് വിഭാഗങ്ങളെ, ഏതൊക്കെ വിഭാഗങ്ങളാണ് ഈ പ്രദേശത്ത് നമ്മളുമായി അകന്നു നിൽക്കുന്ന ആൾക്കാർ, അവരെ നമ്മൾ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുക. അങ്ങനെ ഈ വരാൻ പോകുന്ന 25-ാം പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ഈ പ്രദേശത്ത് പാർട്ടിക്ക് ഇന്ന് ഉണ്ടായിരുന്നതിൽ നിന്നും വലിയ തരത്തിലുള്ള വിപ്ലവകരമായ ഒരു മാറ്റം നമുക്കുണ്ടാകാൻ സാധിക്കണം. ആ തരത്തിലേക്ക് നമുക്ക് സമ്മേളനം കഴിയുമ്പോൾ മാറേണ്ടതായിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഡോക്ടർ കെ ഷാജി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ദീപു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആർ വിനോദ് കുമാർ, രാധാകൃഷ്ണൻ, ഷാജിമോൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് 18 പാർട്ടി മെമ്പർമാരും ചേർന്ന് കമ്മിറ്റി കൂടി സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് ചർച്ചയ്ക്ക് ശേഷം പാസാക്കി. കരവാളൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ഒക്ടോബർ 22, 23 തീയതികളിലായി നടക്കുകയാണ്. 22-ാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ 5 പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ബ്രാഞ്ച് സെക്രട്ടറിയായി അജിത് കുമാറിനെ തിരഞ്ഞെടുത്തു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ.
സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ. നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് 50% വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക്. ഈ ഓണം സിഗ്നേച്ചർ ഓണം. തെക്കൻ കേരളത്തിലെ ഏക ISO സർട്ടിഫൈഡ് ബ്ലൈൻഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനി. അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻഡ്സ് കർട്ടനുകളും പുതുമയാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ. മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ. ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ.